കേസരി സ്മാരക മന്ദിരത്തിൽ നിന്ന് ഓണക്കിറ്റും ഓണക്കോടിയും തലച്ചുമടായി കൊണ്ടുപോകുന്ന മാപ്രകളൊന്ന് ഓർക്കുക. സർക്കാർ ജീവനക്കാരുടെ കഞ്ഞികുടി മുട്ടിച്ചാണ് യൂണിയൻ വക കിറ്റ് സാരി വിതരണം. തിരുവനന്തപുരം KUWJ ജില്ലാ കമ്മിറ്റിയുടെ 2022 ഓണസാരി വിതരണവും 2023 ഓണക്കിറ്റ് വിതരണവും കാരണം കുടുങ്ങിയത് ഖാദി ബോർഡ് കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരാണ്. യൂണിയൻ നേതാക്കൾ കൺസ്യൂമർ ഫെഡിൽ നിന്നും ഖാദി ബോർഡിൽ നിന്നും കടം പറഞ്ഞു വാങ്ങിയ കിറ്റിനും സാരിക്കുമുള്ള തുക ഇനിയും അടച്ചു തീർത്തിട്ടില്ല. കുടിശ്ശികയ്ക്കായി കേസരി മന്ദിരം കയറിയിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ ചെരുപ്പ് തേഞ്ഞത് മിച്ചം. യൂണിയൻകാർ കടം തീർക്കാത്തതിൻ്റെ ബാധ്യത ഉദ്യോഗസ്ഥരുടെ തലയിലായി. ഗതികെട്ടതോടെ കൺസ്യൂമർ ഫെഡ് 9 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞ ദിവസം കേസരി ട്രസ്റ്റിന് ഡിമാൻഡ് നോട്ടീസ് അയച്ചു. 10 ദിവസത്തിനകം തുക തിരിച്ചടച്ചില്ലെങ്കിൽ 18% പിഴ സഹിതം ഈടാക്കാൻ നിയമ നടപടികൾ ആരംഭിക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. കൺസ്യൂമർ ഫെഡ് കേശവദാസപുരം ഗോഡൌണിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ കേസരി ട്രസ്റ്റ് കുടിശ്ശികയുടെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഖാദി ബോർഡും റിക്കവറി നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഖാദി ബോർഡ് പഴവങ്ങാടി ഷോറൂം മുൻ മാനേജർ RP പ്രശാന്ത് ഇന്ന് KUWJ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് കത്തു നൽകിയിട്ടുണ്ട്. യൂണിയൻ കുടിശ്ശിക വരുത്തിയ 6 ലക്ഷം രൂപ തൻ്റെ വ്യക്തിഗത ബാധ്യതയായാണ് ബോർഡ് കണക്കാക്കുന്നതെന്നും തുക തിരിച്ചടച്ച് തന്നെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് അപേക്ഷ. യൂണിയൻ തുക തിരിച്ചടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാതെ മാർഗമില്ലെന്ന നിലപാടിലാണ് പ്രശാന്ത്. എന്തായാലും മാപ്രകളുടെ ഓണാഘോഷം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിടക്കപ്പുറതിയില്ല. ഇത്തവണയും ഓണക്കിറ്റ് ഓണക്കോടി വിതരണം ഗംഭീരമാക്കാൻ മാപ്ര യൂണിയൻ പണി തുടങ്ങിക്കാണും. ഇത്തവണ പണി കിട്ടുന്നത് ആർക്കെന്ന് കണ്ടറിയണം കോശി.